യുദ്ധത്തിൽ പാണ്ഡവരെ ജയിക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട എന്നും, എന്നാൽ പാണ്ഡവരെ കൗശലം കൊണ്ട് ജയിക്കുവാനുള്ള മാർഗം തനിക്കറിയാമെന്നും ശകുനി പറയുന്നത് കേട്ട് ദുര്യോധനന് ഉത്സാഹം വർദ്ധിച്ചു. രാജസൂയ മഹാമഖത്തിന് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്ന എല്ലാ രാജാക്കന്മാരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. ദുര്യോധന രാജാവ് മാത്രം അമ്മാവനായ ശകുനിയോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ താമസിച്ചു. ഒരു ദിവസം ദുര്യോധനൻ ശകുനിയോടുകൂടെ സഭയൊക്കെ നടന്നു കാണുവാനായി ഒരുങ്ങി. അങ്ങനെ നടന്ന് സ്ഫടികനിർമ്മിതമായ കൽത്തളത്തിൽ ചെന്നപ്പോൾ അവിടെ വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് ദുര്യോധന രാജാവ് വസ്ത്രം ചെരിച്ചു കയറ്റി. പിന്നെ നടന്നു ചെന്ന് സഭയുടെ അകത്തളത്തിൽ വീണ് നാണിച്ചുപോയി. അങ്ങനെ ദുഃഖിച്ചു നടക്കുമ്പോൾ സ്ഫടികജലവും സ്ഫടികത്താമരകളും ഉള്ള കുളം കണ്ട് ചിത്രപ്പണികളാൽ അലങ്കരിച്ച തളമെന്ന് കരുതി നടന്നപ്പോൾ ദുര്യോധന രാജാവ് ജലാശയത്തിൽ ചെന്നു വീണു. ദുര്യോധനൻ വെള്ളത്തിൽ വീണതുകണ്ട് ഭീമൻ പൊട്ടിച്ചിരിച്ചു. ഇതുകണ്ട് യുധിഷ്ഠിരൻ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുവാൻ കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. വെള്ളത്തിൽ വീണ് നനഞ്ഞ് ലജ്ജിച്ചു നിൽക്കുന്ന ദുര്യോധനനെ കണ്ട് അർജുനനും നകുല സഹദേവന്മാരും ഉറക്കെ ചിരിച്ചു. അവരുടെ ചിരി കണ്ട് ദുര്യോധനന് അമർഷം തോന്നിയെങ്കിലും അത് മറച്ചുവെച്ച് അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വസ്ത്രം ചെരിച്ചു കയറ്റി നീന്താൻ നിൽക്കുന്ന മട്ടിൽ തളത്തിൽ കയറി നിൽക്കുന്ന ദുര്യോധനനെ കണ്ടപ്പോൾ എല്ലാവരും വീണ്ടും ചിരിച്ചു. സ്ഫടികം കൊണ്ടുള്ള വാതിൽ അടച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കാതെ ചെന്നു കയറി തല ചെന്നിടിച്ച് അവിടെ നിന്നു. സ്ഫടികക്കല്ലുവാതിൽ ചാരിയിട്ടുള്ള മറ്റു വഴിക്ക് ചെന്ന് കൈകൊണ്ടുന്തി മൂക്കുകുത്തി മറിഞ്ഞു വീണു. തുറന്നിട്ട വാതിൽ ചെന്ന് അടച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് പിന്നോക്കം മാറി. ഇങ്ങനെ പലതരം അമളികൾ പറ്റിയ ദുര്യോധന രാജാവ് പാണ്ഡവരുടെ അനുവാദം വാങ്ങി അസന്തുഷ്ടമായ മനസ്സോടെ ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡവരെ സന്തുഷ്ടരായി കണ്ട് പാണ്ഡവരുടെ സ്ത്രീ കണ്ട് താപം പൂണ്ട് നടക്കുമ്പോൾ ദുര്യോധന രാജാവിന് പാപബുദ്ധി ജനിച്ചു. ഹസ്തിനപുരത്തിലേക്ക് പോകുന്ന വഴിയെല്ലാം ദുര്യോധനൻ പാണ്ഡവരുടെ മഹാത്മ്യത്തെക്കുറിച്ചാലോചിച്ച് ധർമ്മജന്റെ ധനസമൃദ്ധിയെക്കുറിച്ച് ആലോചിച്ച് മൗനമായി ഇരുന്നു. വലിയ പ്രമാദത്തോടുകൂടി ഓരോന്നും ചോദിക്കുന്ന ശകുനിയോട് ഉത്തരമൊന്നും പറയാതെ ധാർത്തരാഷ്ട്രൻ പാപചിന്തയിൽ പരവശനായി യാത്ര ചെയ്തു. ഈ വിധം പരവശനായ ദുര്യോധനനെ കണ്ട് ശകുനി അവനോട് കാരണം ചോദിച്ചു. അർജുനന്റെ പ്രതാപം മൂലം എല്ലാ രാജാക്കന്മാരും ധർമ്മജന്റെ കീഴിലായി എന്നും യുധിഷ്ഠിരൻ സാമ്രാട്ടായി എന്നും കൃഷ്ണൻ ശിശുപാലനെ കൊന്നു വീഴ്ത്തിയപ്പോൾ പാണ്ഡവരുടെ ഉഗ്രമായ പ്രതാപം മൂലം രാജാക്കന്മാരാരും ഒന്നും മിണ്ടിയില്ല എന്നും ദുര്യോധനൻ ശകുനിയോട് പറഞ്ഞു. വൈശ്യന്മാർ കരം കൊടുക്കുവാൻ എത്തുന്ന മാതിരിയാണ് രാജാക്കന്മാർ രത്നവുമായി യാഗശാലയിൽ എത്തിയതെന്നും ജ്വലിക്കുന്ന വിധം പാണ്ഡുപുത്രന്റെ ഐശ്വര്യം കണ്ട് തനിക്ക് അമർഷമുണ്ടെന്നും അതുപോലെ ഐശ്വര്യം അനുഭവിക്കുവാൻ തനിക്ക് അർഹതയില്ലാതായി പോയി എന്ന് ചിന്തിച്ച് ദുഃഖമുണ്ടെന്നും ദുര്യോധനൻ പറഞ്ഞു. പാണ്ഡവരുടെ ഐശ്വര്യം കണ്ടും അവരുടെ സഭ കണ്ടും ഭൃത്യന്മാരുടെ പരിഹാസച്ചിരി കണ്ടും തനിക്കിനി ജീവിക്കുവാൻ കഴിയില്ലെന്നും എങ്ങനെയെങ്കിലും മരിക്കുവാൻ പോവുകയാണെന്നും താൻ അമർഷത്തിൽപ്പെട്ട കഥ ധൃതരാഷ്ട്രനോട് പറയുവാൻ ദുര്യോധനൻ ശകുനിയോട് പറഞ്ഞു. ധർമ്മപുത്രനോട് അമർഷം തോന്നേണ്ട കാര്യം ദുര്യോധനനില്ലെന്നും പാണ്ഡുപുത്രന്മാർ സ്വന്തം ഭാഗധേയങ്ങളെയാണ് അനുഭവിക്കുന്നത്. അവരെ ഇല്ലാതാക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു. അവർ ദ്രൗപദിയെ നേടി. പുത്രന്മാരോടൊപ്പം ദ്രുപദൻ ഭൂമിയൊക്കെ നേടുവാൻ അവർക്ക് സഹായിയായി. വീര്യവാനായ വാസുദേവൻ അവർക്ക് തുണയായി. ഭംഗം കൂടാതെ അവർ പിതൃസ്വത്തിന്റെ ഭാഗവും വാങ്ങി. ഇതെല്ലാം സംഭവിച്ചതിൽ ദുര്യോധനൻ എന്തിനു ദുഃഖിക്കുന്നു എന്നായിരുന്നു ശകുനിയുടെ മറുചോദ്യം. ഗാന്ധീവത്തോടുകൂടെ അമ്പൊടുങ്ങാത്ത ആവനാഴിയും ദിവ്യാസ്ത്രങ്ങളും അഗ്നിയെ പ്രസാദിപ്പിച്ച് അർജുനൻ നേടിയതും ആ വില്ലുകൊണ്ട് സ്വന്തമായ ബാഹുവീര്യത്താൽ അവർ രാജാക്കന്മാരെയൊക്കെ കീഴടക്കിയതും കണ്ട് ദുര്യോധനൻ വിഷാദിക്കുന്നതെന്തിനാണെന്ന് ശകുനി ദുര്യോധനനോട് ചോദിച്ചു. മയൻ എന്ന അസുരശില്പിയെ കത്തുന്ന അഗ്നിയിൽ നിന്നും അർജുനൻ രക്ഷിച്ചു. പിന്നെ കൃഷ്ണൻ മയനെ കൊണ്ട് സഭ തീർപ്പിച്ചു. ആ സഭ സംരക്ഷിക്കുവാൻ മയന്റെ ചെൽപ്പടിയിൽ നിൽക്കുന്ന കിങ്കരന്മാർ എന്ന രാക്ഷസന്മാരും ഉണ്ട്.
അതിൽ ദുര്യോധനൻ വിഷമിക്കേണ്ട കാര്യമില്ലെന്നും ശകുനി പറഞ്ഞു. ദുര്യോധനനെ സഹായിക്കുവാൻ അനുജന്മാരുണ്ട്. പുത്രനോടുകൂടി ദ്രോണനും രാധേയനായ കർണനും തേരാളിയായ കൃപനും സഹോദരന്മാരുടെ കൂടെ ശകുനിയും സോമദത്ത രാജാവും ദുര്യോധനന്റെ കൂടെ ഇല്ലേ എന്നും എല്ലാവരും ചേർന്ന് ദുര്യോധനനും ഭൂമിയൊക്കെ ജയിക്കുമെന്നും ശകുനി ദുര്യോധനനെ ആശ്വസിപ്പിച്ചു. ശകുനിയും ബാക്കി എല്ലാവരും കൂടെയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പാണ്ഡവരെ ജയിച്ചാൽ ഈ ലോകം മുഴുവൻ തങ്ങളുടെ കീഴിലാകുമെന്ന് ആവേശത്തോടെ പറയുന്ന ദുര്യോധനനോട് ശകുനി പാണ്ഡവരുടെ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. പാണ്ഡവരും അവരുടെ കൂടെ ദ്രുപദനും ദ്രുപദപുത്രന്മാരും പിന്നെ പാണ്ഡവർക്ക് എന്നും തുണയായി വാസുദേവനുമുള്ളപ്പോൾ അവരെ ജയിക്കുവാൻ ദേവന്മാർക്ക് പോലും കഴിയില്ലെന്ന് ശകുനി പറഞ്ഞു. യുദ്ധത്തിൽ പാണ്ഡവരെ ജയിക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട എന്നും എന്നാൽ പാണ്ഡവരെ കൗശലം കൊണ്ട് ജയിക്കുവാനുള്ള മാർഗം തനിക്കറിയാമെന്നും ശകുനി പറയുന്നത് കേട്ട് ദുര്യോധനന് ഉത്സാഹം വർദ്ധിച്ചു. ചൂതിൽ വിളിച്ചാൽ യുധിഷ്ഠിരൻ ഒഴിഞ്ഞു മാറുകയില്ലെന്നും താൻ ചൂതുകളിയിൽ മഹാസമർത്ഥനാണെന്നും ശകുനി ദുര്യോധനനോട് പറഞ്ഞു. ചൂതിൽ തന്നോട് കിടപിടിക്കുവാൻ 3 ലോകത്തിലും ആരുമില്ലെന്നും യുധിഷ്ഠിരനെ ദുര്യോധനൻ ചൂതിൽ വിളിക്കുകയാണെങ്കിൽ അവന്റെ രാജ്യവും സ്ത്രീയും എല്ലാം താൻ ദുര്യോധനന് നേടിക്കൊടുക്കാമെന്നും ശകുനി ദുര്യോധനനോട് പറഞ്ഞു. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രന്റെ അടുത്ത് പോയി പറയണം. ധൃതരാഷ്ട്രനെ ചെന്നു കണ്ട് ന്യായം പോലെ ദുര്യോധനൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതം വാങ്ങുകയും വേണമെന്ന് ശകുനി ദുര്യോധനനോട് പറഞ്ഞു. പിന്നെ 2 പേരും കൂടി ധൃതരാഷ്ട്രന്റെ അരികിലേക്ക് പുറപ്പെട്ടു.